പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കാലൊക്കെ നിലത്ത് കുത്തുമ്പോഴത്തേക്ക് ഉപ്പൂറ്റിയിൽ സഹിക്കാൻ പറ്റാത്തൊരു വേദന പോലെയൊക്കെ വരിക, അല്ലെങ്കിൽ നമ്മളുടെ കൈകാലുകളുടെ വിരലുകളിൽ, പ്രത്യേകിച്ച് കാലിൻ്റെ പെരുവിരലിൽ പെട്ടെന്നൊരു ദിവസം നീരും ചുവപ്പും വേദന പോലെയൊക്കെ വരിക. ഇത് നമ്മൾ നിസ്സാരമായിട്ടുള്ള ഒരു ഉളുക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു സന്ധി വേദനയാണെന്നൊക്കെ കരുതിയിട്ട് നമ്മളിത് അവഗണിക്കാറുണ്ട്. പക്ഷേ ഇതങ്ങനെ അവഗണിക്കേണ്ട കാര്യമല്ല. ഇത് മിക്കവാറും നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് സാധാരണ നിലയിൽ നിന്നും ഒരുപാട് കൂടിയത് കൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത്. നമ്മളിത് കൃത്യസമയത്ത് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ വരെ ബാധിച്ചേക്കാം. ഇന്ന് ഞാൻ പറയുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് നമുക്ക് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായ കുറച്ച് കഷായങ്ങളെ പറ്റിയും, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുളികയെ പറ്റിയും, പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളെ പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് നമുക്കൊരു 7 ദിവസം കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. യൂറിക് ആസിഡ് അല്ലെങ്കിൽ ഗൗട്ട്, അല്ലെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ വാതരക്തം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഈ അവസ്ഥ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഇല്ലാതെ പ്രായഭേദമന്യേ എല്ലാവരിലും കാണാവുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ രോഗം? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും അല്ലാതെയൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്യൂറൈൻ എന്ന ഘടകം ദഹിച്ചിട്ട് ഇത് വിഘടിച്ചിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഇത് നമ്മളുടെ കിഡ്നി വഴി അരിച്ച് നമ്മളെ മൂത്രത്തിലൂടെയൊക്കെ പുറത്തു പോകുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു മാലിന്യമാണ്. എന്നാൽ ഇതിൻ്റെ അളവ് ഒരു പരിധി കൂടുതൽ കൂടുക, അല്ലെങ്കിൽ ഇത് നമ്മളെ കിഡ്നിക്ക് അരിച്ച് കളയാൻ നമ്മളെ കിഡ്നിക്കുള്ള ശേഷി കുറയുകയോ ചെയ്യുമ്പം ഇത് നമ്മുടെ രക്തത്തിൽ നല്ല രീതിയിൽ വർദ്ധിക്കും. രക്തത്തിൽ അമിതമായിട്ട് ഉള്ള യൂറിക് ആസിഡ് കൂർത്ത സൂചിമനം പോലെയൊക്കെ ക്രിസ്റ്റലുകൾ ആയി മാറിയിട്ട് നമ്മളുടെ സന്ധികളിലൊക്കെ ചെന്നിട്ട് ഇത് അടിഞ്ഞുകൂടുന്നു. ഇതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയും പിന്നെ നീരും പിന്നെ ചുവപ്പ് നിറമൊക്കെ ആയിട്ട് മാറുന്നത്. നമ്മളുടെ ഭക്ഷണ നിയന്ത്രണത്തോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ടും കുറച്ച് ഈ മരുന്നുകളും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കാൻ പറ്റുന്ന ഫലപ്രദമായ 2-3 കഷായങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് പറയുന്നത് കോകിലാക്ഷൻ കഷായം. യൂറിക് ആസിഡ് അല്ലെങ്കിൽ ഗൗട്ട് എന്ന അവസ്ഥയ്ക്ക് നമുക്ക് ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ഈ കോകിലാക്ഷൻ കഷായം. ഇതിൻ്റെ അകത്ത് വയൽ ചുള്ളി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ സന്ധിയിലുണ്ടാകുന്ന നീര്, വേദന, മരവിപ്പ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റലുകൾ അലിയിച്ച് കളയാനും പിന്നെ നമ്മൾ രക്തത്തിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഈ കോകിലാക്ഷൻ കഷായത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. നമ്മളെ കാലുകളിലൊക്കെ അനുഭവപ്പെടുന്ന പുകച്ചിൽ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് വളരെ എഫക്റ്റീവാണ്. പിന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ കഷായം നോർമലായിട്ട് 15 മില്ലി കഷായം എടുക്കുക, അതിൻ്റെ 4 ഇരട്ടി വെള്ളം, അതായത് 60 മില്ലി തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്തിട്ട് രാവിലെ രാത്രി ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുന്നതാണ് ഇതിൻ്റെ നോർമലായിട്ടുള്ള ഡോസ്. രണ്ടാമത് ഞാൻ പറയുന്ന അമൃതോത്തരം കഷായത്തെ പറ്റിയാണ്. ഇതിൻ്റെ അകത്ത് ചിറ്റമൃത്, കടുക്ക, പിന്നെ ചുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. പലപ്പോഴും യൂറിക് ആസിഡ് കൂടുമ്പോൾ നമ്മളുടെ ഡൈജഷൻ ശരിയായിട്ട് നടക്കാറില്ല. അപ്പോൾ അമൃതോത്തരം കഷായം നമ്മളെ ദഹനം മെച്ചപ്പെടുത്താനും നമ്മളുടെ മലശോധനയൊക്കെ ശരിയാക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നു. കൂടാതെ ഇതൊരു മൈൽഡ് ലാക്സേറ്റീവ് എഫക്റ്റ് ഉള്ളൊരു കഷായം കൂടി ആയതുകൊണ്ട് നമ്മളുടെ ശരീരത്തിലൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാനായിട്ട് സഹായിക്കും. യൂറിക് ആസിഡിൻ്റെ കൂടെ ചെറിയ പനി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനൊരു ഭാരം, ഒരു ഹെവിനെസ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ കഷായം വളരെയധികം എഫക്റ്റീവാണ്. ഉപയോഗിക്കണമെന്ന രീതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 മില്ലി കഷായം അതിൻ്റെ 4 ഇരട്ടി തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് രാവിലെയും രാത്രി ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ്. മൂന്നാമത് ഞാൻ പറയാൻ പോകുന്ന പാചനാമൃതം കഷായത്തിനെ പറ്റിയാണ്. ഇത് മിക്ക ആൾക്കാർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. നമ്മൾ യൂറിക് ആസിഡ് കൂടുമ്പോൾ നമ്മളുടെ ആയുർവേദത്തിൽ പറയുന്ന ആദ്യം നമ്മൾ നോക്കുന്ന ശരീരത്തിൽ ആമദോഷമുണ്ടോ അല്ലെങ്കിൽ ദഹിക്കാത്തേക്ക് ടോക്സിൻസ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മുടെ സന്ധികളിലൊക്കെ ശക്തമായിട്ടുള്ള വേദനയും ചുവപ്പ് നിറവും പിന്നെ പനിക്കുന്ന പോലുള്ള ചൂടൊക്കെ ഉണ്ടെങ്കിൽ പാചനാമൃതം കഷായം വളരെയധികം എഫക്റ്റീവാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആമത്തെ പഴിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് ദഹിപ്പിക്കാനായിട്ട് സഹായിക്കും. നമ്മളെ ദഹനം ശരിയായി കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള മരുന്നുകൾ നമുക്ക് കഴിക്കുമ്പോൾ ഫലം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അസുഖത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ വേദന വളരെ കൂടുതലുള്ള അവസ്ഥയിൽ നമ്മൾ ഈ കഷായം ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി കഷായത്തിനൊപ്പം തന്നെ നമുക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്ന ഒരു ഗുളികയാണ് കൈശോര ഗുരു. വാതരക്തം അല്ലെങ്കിൽ ഗൗട്ടിന് ആയുർവേദത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ഗുളികയാണ് ഈ കൈശോര ഗുരു. ഇതിൻ്റെ അകത്ത് ചിറ്റമൃത്, പിന്നെ ത്രിബല, അതായത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക, പിന്നെ ഗുഗ്ഗുലു തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്താണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ
ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത് ഇത് നമ്മളുടെ രക്തത്തെ ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കും. രണ്ടാമതെന്ന് പറയുന്നത് നമ്മളെ സന്ധികളിലൊക്കെ ഉണ്ടാകുന്ന വീക്കം, വേദന ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇതിലെ ഗുഗ്ഗുലുവിന് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട്. മൂന്നാമെന്ന് പറയുന്നത് നമ്മൾക്ക് ദീർഘകാലമായിട്ട് ഈ യൂറിക് ആസിഡ് ഉള്ളവരിൽ ചില ചർമ്മരോഗങ്ങളും വ്രണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. ഇത് കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം എഫക്റ്റീവാണ്. നമുക്ക് നമ്മളുടെ വിരലുകളിൽ, നമ്മുടെ ജോയിൻസിലൊക്കെ ഉണ്ടാകുന്ന രൂപവ്യത്യാസം വരുന്ന അവസ്ഥയിലൊക്കെ ഇത് വളരെയധികം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒന്നല്ലെങ്കിൽ 2 ഗുളിക നമ്മൾ കഷായത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ കഷായത്തിൽ അരച്ച് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഡോസ്. പിന്നെ ഇത് 2 നേരം രാവിലെയും രാത്രിയും കഷായത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഗുഗ്ഗുലു അടങ്ങിയ മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഥ്യം നോക്കണമെന്ന് വളരെയധികം പ്രധാനമാണ്. പുളി, എരിവ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പരമാവധി കുറയ്ക്കണം. ഇനി ഈ മരുന്നിൻ്റെ കൂടെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകൾ പറയാം. ഈ മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പൊടിക്കൈകളും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ യൂറിക് ആസിഡ് നല്ല രീതിയിൽ നമുക്ക് കൺട്രോളിലാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒന്നാമതെന്ന് ഞാൻ പറയുന്നത് മല്ലിയിട്ട വെള്ളമാണ്. നമ്മളുടെ എല്ലാ അടുക്കളകളിലും സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് ഈ മല്ലി. യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. ആയുർവേദ പ്രകാരം നമുക്ക് മല്ലിക്ക് പിത്തത്തിനെ ശമിപ്പിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ചൂട്, പിന്നെ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയൊക്കെ ഇത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് മികച്ചൊരു ഡയൂററ്റിക് കൂടിയാണ്. അതായത് ഇത് നമ്മളെ മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് വെച്ചാൽ നമ്മൾ 1 ടീസ്പൂൺ മല്ലി എടുക്കുക. എന്നിട്ട് നമ്മളിത് ചതയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് 1 ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഇത് ഇട്ട് വെച്ചിട്ട് ഇത് നമ്മൾ രാത്രി മൊത്തം വയ്ക്കുക. ഏകദേശം ഒരു 8 മുതൽ 10 മണിക്കൂർ വരെയൊക്കെ നമുക്കിത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളിത് നമുക്ക് വെറും വയറ്റിൽ ഇത് അരിച്ചെടുത്തിട്ട് കുടിക്കാം, അല്ലെങ്കിൽ ഇത് തിളപ്പിച്ചിട്ട് അരിച്ചിട്ട് നമുക്ക് വെറും വയറ്റിൽ ഒരു ഇളം ചൂടോടെ കൂടി കുടിക്കുന്നത് നല്ലതാണ്. രണ്ടാമതെന്ന് പറയുന്നത് തഴുതാമ അല്ലെങ്കിൽ തമിഴാമ അല്ലെങ്കിൽ പുനർനവ എന്നൊക്കെ പറയുന്ന മരുന്നാണ്. ഇതിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പുനർനവ, അതായത് നമ്മുടെ ശരീരത്തെ പുനർജീവിപ്പിക്കാനുള്ള കഴിവുള്ളൊരു ആണ് ഈ പുനർനവ. നമ്മുടെ കിഡ്നിയുടെ ഫിൽട്രേഷൻ പവർ കൂട്ടാനായിട്ട് ഇത്രയും കഴിവുള്ള വേറൊരു മരുന്നില്ല. ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് വെച്ചാൽ നമ്മൾ തഴുതാമയുടെ ചെടി നമ്മൾ വേരോടുകൂടി എടുക്കുക. എന്നിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതിനെ ചെറിയ പീസാക്കിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. ഇനി തഴുതാമ ആയിട്ട് ചെടിയായിട്ട് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുനർനവ ചൂർണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും. 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ തഴുതാമ പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ദിവസത്തിൽ ഒരിക്കലൊക്കെ ഇത് കുടിക്കാം. അത് രാവിലെ കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മൂന്നാമെന്ന് പറയുന്നത് ചിറ്റമൃത് അല്ലെങ്കിൽ ഗിലോയ് അല്ലെങ്കിൽ അമൃതം എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇത് ആയുർവേദത്തിൽ അമൃതം എന്ന് വിളിക്കുന്നൊരു ഔഷധമാണ്. ഇതിന് ചിറ്റമൃത് അല്ലെങ്കിൽ ഗിലോയ്. ഇത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മരുന്നാണ്. ഇത് നമ്മളുടെ ജോയിൻറ്റുകളിലേക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും വളരെയധികം നല്ലതാണ്. ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് വെച്ചാൽ ചിറ്റമൃതിൻ്റെ തണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇത് ചതച്ചെടുക്കുക. 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഈ ചതച്ച തണ്ടിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം ഏകദേശം ഒരു പകുതി അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ആകുമ്പോൾ നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് ഇളം ചൂടോടുകൂടി കുടിക്കുക. ഇത് നമ്മുടെ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ശരീരത്തിൽ അമിതമായിട്ടുള്ള പിത്തത്തെയൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചിറ്റമൃത് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ ഗിലോയ് പൗഡറായിട്ട് അല്ലെങ്കിൽ ഗുഡുജി ചൂർണം എന്നൊക്കെ പറഞ്ഞ് ഇത് മേടിക്കാൻ കിട്ടും. ഇത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ്. ഇനി നാലാമത് പറയുന്ന ബാർലി വെള്ളമാണ്. യൂറിക് ആസിഡ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റുന്നവരാണ് ബാർലി വെള്ളം. നമ്മളെ മൂത്രത്തിൻ്റെ അളവ് കൂട്ടുകയും പിന്നെ നമ്മളുടെ മൂത്രനാളിയിലൊക്കെ ഉള്ള അണുബാധ തടയാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അലിയിച്ചിട്ട് മൂത്രത്തിലൂടെ പുറന്തള്ളാനായിട്ടും ഈ ബാർലി സഹായിക്കും. ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് വെച്ചാൽ 2 ടീസ്പൂൺ ബാർലി എടുക്കുക. ഇത് നന്നായി കഴുകിയ ശേഷം ഒരു 3 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നന്നായി തിളപ്പിക്കുക. ബാർലി വെന്തിട്ട് ഈ വെള്ളം കുറുകി വരുമ്പോഴും നമ്മൾ ഇത് അരിച്ചെടുക്കുക. ഈ വെള്ളം ഒരു ദിവസം നമുക്ക് കുറേശ്ശെ ആ ദിവസം മുഴുവനായിട്ട് ഇത് കുടിക്കാം. ഈ പറഞ്ഞ ഈ 4 കാര്യങ്ങളും നമ്മൾ ഒരേ സമയം കുടിക്കേണ്ടതില്ല. ഓരോ ആഴ്ച ഒരെണ്ണം വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് 1 മാസം കുടിക്കാം. ഇത് ഡെയിലി ഉപയോഗിക്കരുത്. 1 മാസമൊക്കെ മാക്സിമം ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് ഒഴിവാക്കേണ്ടതും ശീലിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മരുന്നുകൾക്ക് ഫലം കാണണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. ഒന്നാമതെന്ന് പറയുന്നത് പ്യൂറൈൻ അധികമായിട്ട് അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം.
അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റെഡ് മീറ്റ് നമ്മൾ ഒഴിവാക്കുക. ബീഫ്, മട്ടൺ, പോർക്ക് തുടങ്ങിയതും പിന്നെ ലിവർ, കിഡ്നി തുടങ്ങിയ നമ്മൾ അവയവ മാംസങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ മീനുകളിൽ മത്തി, അയല പോലുള്ള മത്സ്യങ്ങളും പിന്നെ കൂൺ, മഷ്റൂം, കോളിഫ്ലവർ ഇതൊക്കെ നമ്മൾ കുറയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ചിലർക്ക് നെത്തോലിയും ചൂര, ചാള ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് ചിലർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ ഏത് കഴിക്കുമ്പോഴാണോ അവർക്കിത് കൂടുന്നത് ആ മീനുകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത് മദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മദ്യം പ്രത്യേകിച്ച് ബിയർ ഒഴിവാക്കുക. ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാക്കുക മാത്രമല്ല അത് പുറന്തള്ളാനുള്ള കിഡ്നിയുടെ ശേഷിയും ഇത് നശിപ്പിക്കും. മൂന്നാമെന്ന് പറയുന്നത് നമ്മൾ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, അതായത് പാക്കറ്റിൽ വരുന്ന ജ്യൂസുകൾ, പിന്നെ സോഡ, ഇതൊക്കെ യൂറിക് ആസിഡ് കൂട്ടും. അതുകൊണ്ട് ഇത് നമ്മൾ ഒഴിവാക്കുക. ഇനി നാലാമത് നമ്മൾ ശീലിക്കേണ്ടുന്ന കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക. ദിവസം നമ്മൾ ചുരുങ്ങിയത് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം യൂറിക് ആസിഡ് നമ്മൾ മൂത്രത്തിലൂടെ പുറത്തു പോകും. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ, അതായത് നാരങ്ങ, നെല്ലിക്ക, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെ ശരീരപ്രകൃതി, രോഗാവസ്ഥ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.